ശുദ്ധ അമ്മയുടെ സാക്ഷിയാക്കി മാറ്റി ഈ കൃപാസനം ദേവാലയത്തിൽ എത്തിച്ച് യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് എലിസബത്ത്. ഞാൻ സെൻറ്റ് റീത്താസ് ഇടവക അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ഓഗസ്റ്റ് 1 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ അമ്മ എൻ്റെ അടുക്കൽ ഒരു സ്വപ്നത്തിൽ വന്ന് എനിക്കൊരു അനുഭവം നൽകിയിരുന്നു. അതായത് ഏകദേശം 2018-19 വർഷമാണ്. സ്വപ്നത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഞാനും അപ്പയും അമ്മയും സ്വപ്നത്തിൽ ഇങ്ങനെയായിരുന്നു. ഞാനും അപ്പയും അമ്മയും കൂടി കൊന്ത ചൊല്ലിക്കൊണ്ട് സിറ്റ് ഔട്ടിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ വെള്ളം ഒരു മതിൽ പോലെ സിറ്റ് ഔട്ടിൻ്റെ മുന്നിൽ കൂടെ പോകുന്നുണ്ട്. വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അതിൽ ഒരുപാട് ആൾക്കാരും ഒഴുകി പോകുന്നുണ്ട്. അതിൻ്റെ മേളിൽ പരിശുദ്ധ അമ്മ എനിക്ക് മാതാവിനെക്കുറിച്ച്, കൃപാസനം മാതാവിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സമയമായിരുന്നു അന്ന്. ഗ്രേ കളറിലെ ഒരു മാതാവ് അതിൻ്റെ മേളിൽ നിൽക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടു. ഞാൻ വല്ലാണ്ട് ഭയന്ന് പേടിച്ച് സ്വപ്നത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത് കിടന്ന അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ സ്വപ്നം പറഞ്ഞു. അത് കഴിഞ്ഞ് അത് പോയി. പിന്നെ പിറ്റേ ആഴ്ച അമ്മയുടെ വീട് ചേർത്തലയാണ്. ചേർത്തലയിൽ എൻ്റെ അമ്മ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മച്ചി പറഞ്ഞു, ഇങ്ങനെ ഇവിടെ അടുത്ത് കൃപാസനം ഒരു പള്ളിയുണ്ട്, അപ്പോൾ അവിടെ മാതാവിൻ്റെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ തിരിച്ച് പോണ വഴിക്ക് അവിടെ ഒന്ന് പോയി കയറിയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് വന്നു. വരുന്ന വഴി വിളക്കിൽ തൈലം ഉണ്ടായിരുന്നു. അപ്പോൾ തൈലം എടുത്ത് അമ്മ കൈകൊണ്ട് തൊട്ട് എൻ്റെ കാലിൻ്റെ അടിയിലൊരു 10-15 അരിമ്പാറ പോലെ കുരുക്കളുണ്ടായിരുന്നു. അവിടെ കുരിശ് വരച്ച് തന്നു. അതിനുശേഷം ഞങ്ങൾ ഈ ദേവാലയത്തിലേക്ക് കയറി. ഞാൻ ഇവിടെ വന്ന് മുട്ടുകുത്തിയപ്പോൾ നേരെ നോക്കിയപ്പോഴാണ് കാണുന്നത്, ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ മാതാവാണ് ഇവിടെ ഈ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത്. അതേ ഗ്രേ കളർ മാതാവും ഞാൻ കണ്ട പോലെ തന്നെ വെള്ളത്തിന് മേളിൽ നിൽക്കുന്ന രൂപമായിരുന്നു. അപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ, ഈ മാതാവിനെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. ഈ ഒരു വലിയ അനുഭവം മാതാവിനെ എനിക്ക് അറിയില്ലായിരുന്ന സമയത്ത് നൽകിയ അമ്മയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ഞാൻ പോയി ഒരു 2-3 ദിവസത്തിനുള്ളിൽ കാലിലുണ്ടായിരുന്ന ആ അരിമ്പാറ അത് മുഴുവനായി മാറി, ഫുൾ ക്ലിയറായി. അത് കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ ഇതുപോലെ തന്നെ കയ്യിൽ റൈറ്റ് ഹാൻഡിൽ ചൂണ്ടുവിരലിൽ ഒരെണ്ണം മാത്രമായിട്ട് വീണ്ടും വന്നു. അത് കഴിഞ്ഞ് അതിങ്ങനെ കുറച്ച് വർഷങ്ങളായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ PG കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിവാഹാലോചനയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എൻ്റെ അപ്പ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, സെപ്റ്റംബർ മാസം. അപ്പോൾ അതിലെ മെയിൻ നിയോഗം എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനുശേഷം അമ്മ ഇവിടെ വന്നിട്ട് എനിക്കൊരു ജപമാല വാങ്ങിച്ചിട്ടാണ്, 2-3 ജപമാല വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്നത്. എന്നാൽ അത് ആദ്യം എനിക്ക് തന്നിരുന്നില്ല. ഞാൻ എന്നും ജപമാല കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജപമാല കാണാണ്ടായി. ആദ്യത്തെ ജപമാല കാണാണ്ടായി. ഞാൻ പുതിയത് വേറെ ഒരെണ്ണം എടുത്തു. രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ജപമാലയെ കാണാണ്ടായി. പിന്നെ 3-ാമത്തെ ദിവസം ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോകാനായിട്ട് നിന്നപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് എനിക്കൊരു ജപമാല തരുമെന്ന് ചോദിച്ചു. അമ്മ എനിക്ക് ഇവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് വാങ്ങിച്ച ജപമാലയാണ് എനിക്ക് തന്നത്. ഞാൻ ആ ജപമാല കൊണ്ട് 2-3 ദിവസം ജപമാല എത്തിച്ചു. അപ്പോഴത്തേക്കും എനിക്ക് കയ്യിൽ വന്നിരുന്ന ആ ഒരു അരിമ്പാറ കൂടി മാറി. അപ്പോൾ എനിക്കത് ഉറപ്പായി, കാലിലേ മാറിയത് കൃപാസനം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പ് വരുത്തി. അങ്ങനെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യമായ രീതിയിൽ വിവാഹാലോചന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2-3 പേരെയൊക്കെ കണ്ടു. പക്ഷേ എനിക്കും എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കൊന്നും ശരിയായൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. ഏതാണ് ഫോർവേഡ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു കുടുംബത്തിൽ. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് 3 പ്രാവശ്യം പരിശുദ്ധ അമ്മയുടെ സുഗന്ധ അഭിഷേകം ലഭിക്കുകയുണ്ടായി.
പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഒരു പ്രാവശ്യം സുഗന്ധ അഭിഷേകം ലഭിച്ചു. ഇതൊക്കെ മാതാവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുക എന്നുള്ളൊരു ഉറപ്പാണ് ഞങ്ങൾക്ക് നൽകിയിരുന്നത്. അത് കഴിഞ്ഞ് അപ്പം ഇവിടെ വന്ന് സിസ്റ്ററിനെ കണ്ട് പറഞ്ഞു, ഇങ്ങനെ ഏതാണ് മുന്നോട്ട് പോകേണ്ടത് ഞങ്ങൾക്ക് അറിയണില്ല. അങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നതിനിടയിൽ സിസ്റ്റർ പറഞ്ഞു, മോളോട് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് 2023 ഓഗസ്റ്റ് 1 ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 1.5 ആഴ്ചയ്ക്കുള്ളിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ വന്ന് എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേർച്ച വസ്തുവായിട്ട് തേൻ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, തേൻ മാത്രമല്ല ഉപ്പും ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഞാൻ തേനും ഉപ്പും ഉപയോഗിച്ചു തുടങ്ങി. ഉപ്പും ഉപയോഗിക്കണം, നിൻ്റെ ആഗ്രഹം നടക്കുമെന്ന് അച്ഛൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ട് പോയി. പിറ്റേ ദിവസം തൊട്ട് ഞാൻ തേനും ഉപ്പും ഉപയോഗിച്ചു തുടങ്ങി. പരിശുദ്ധ അമ്മയുടെ തൈലം അപ്പം ഉടമ്പടി എടുത്ത കാലം തൊട്ട് ഞങ്ങൾ എന്നും നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും 2 കൈകളിലും തൈലം വെച്ച് കുരിശ് വരച്ചിട്ടാണ് രാവിലെയും രാത്രിയും ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി നിറവേറ്റി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഉടമ്പടി എടുത്ത് ഇങ്ങനൊരു സ്വപ്നം കണ്ട ശേഷം പിന്നെ എനിക്ക് വന്നൊരാലോചന, എൻ്റെ വീട്ടിലുള്ളവർക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും വളരെ താല്പര്യപ്പെട്ടതായിരുന്നു. പക്ഷേ എനിക്കത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ കൂടെ 2 വർഷം എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എന്തായാലും മറ്റുള്ളവർ പല രീതിയിൽ സംസാരിക്കാൻ ഇടയാവാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ എന്ത് ചെയ്യും, എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് എനിക്കറിയണില്ല. പെട്ടെന്ന് തന്നെ 2-3 ദിവസത്തിൽ അവർ പെണ്ണ് കാണാൻ വരാനായിട്ടിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മ, ഇത് തന്നെയാണ് നീ എനിക്ക് നിയോഗിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് എന്തായാലും 1 ആഴ്ച കൂടി സമയം തരണം എനിക്ക് ഒരുങ്ങാനായിട്ട്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ വിളിച്ച് പറഞ്ഞു, 1 ആഴ്ച കൂടി, ഈ ഞായറാഴ്ചയല്ല അത് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച ഞങ്ങൾക്ക് വരാൻ സാധിക്കുകയുള്ളൂ ഒരു പ്രത്യേക കാരണത്താൽ എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇതായിരിക്കാമെന്ന് തോന്നി. എന്നാലും എനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആരും ആ സമയത്ത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വളരെ കരഞ്ഞ് സങ്കടപ്പെട്ട് ഞാൻ എൻ്റെ റൂമിൽ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും മുഴുവൻ ജപമാല എത്തിക്കും, മറ്റ് പേഴ്സണൽ പ്രെയറും എത്തിക്കും. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന വ്യക്തിയാണ്. ഒരു മുടക്കവും വരാണ്ട് എല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം വന്നപ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ, ആദ്യം ഞാൻ എൻ്റെ കട്ടിലയിൽ കിടന്നാണ് ഞാൻ കൊന്ത എത്തിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ കർട്ടൻ തുറന്നെടുക്കേണ്ട ഒരു നെറ്റിൻ്റെ കർട്ടനാണ് ഇട്ടേക്കുന്നത്. അതിൽ ഒരു 2 കണ്ണുകൾ പോലെ തെളിഞ്ഞു വന്നു. അപ്പം ഞാൻ എന്താണോ പെട്ടെന്ന് തന്നെ നോക്കുന്ന പോലെ തോന്നി. ഞാൻ വേഗം കണ്ണടച്ച് പിന്നെയും കടന്നു. പിന്നെയും തുറന്നു കഴിഞ്ഞപ്പോൾ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ തെളിഞ്ഞു വന്നു തുടങ്ങി, നിഴൽ പോലെ. അതിനുശേഷം മാതാവിൻ്റെ ഫുൾ ഫേസ്, ഷോള്, കൃപാസന മാതാവിൻ്റെ ഷോള് ഒരു ഹാഫ് വരെ ഫുൾ ആ കർട്ടനിൽ തെളിഞ്ഞു വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിക്കും കൃപാസന മാതാവ് തന്നെയാണ്. മാതാവിൻ്റെ ചുണ്ടുകൾ അനക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ കണ്ണടച്ച് കടന്ന് കൊന്ന ചൊല്ലി ഇടയ്ക്ക് ഞാൻ കണ്ണുറന്ന് നോക്കും. എനിക്ക് ഇടയ്ക്ക് പേടിയാവും. പിന്നെ ഞാൻ ഇടയ്ക്ക് പിന്നെയും കണ്ണുറന്ന് നോക്കും. ഏകദേശം ഒരു 10-15 മിനിറ്റ് അങ്ങനെ മാതാവ് എൻ്റെ റൂമിൽ കർട്ടനിൽ വന്ന് തെളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് വലിയൊരു അടയാളമായിട്ടാണ് പരിശുദ്ധ അമ്മ തന്നത്. അത് കഴിഞ്ഞ് 21-ാം തീയതിയാണ് പരിശുദ്ധ അമ്മ ഇങ്ങനെയൊരു തെളിഞ്ഞ് വന്നത്. 24-ാം തീയതിയാണ് ഞാൻ ജോസഫ് എന്ന വ്യക്തിനെ പെണ്ണ് കാണുന്നതും. ആ വിവാഹമാണ് ഏപ്രിൽ 21-ാം തീയതി 2024 നടന്നതും. ഈ ഒരു വലിയ അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ പൊതിച്ചോറ് കൊടുക്കാറുണ്ടായിരുന്നു മാസാദിയ വെള്ളിയാഴ്ചകളിൽ. പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ അവരോട് കുറച്ച് സമയം ഞാൻ ചിലവഴിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങളും സഹായങ്ങളും പറ്റാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുത്തെ പത്രം ഇവിടുന്ന് അങ്കമാലിക്ക് പോകുന്ന വഴി ഓരോ സ്ഥലങ്ങളിലും നിർത്തി ഫുൾ കൊടുത്ത് പത്രത്തിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി
ബുദ്ധിമുട്ട് ഓരോ വ്യക്തികൾക്കും ഇത് എത്തിക്കേണ്ടോടത്തേക്ക് എത്തിക്കാൻ സഹായിക്കണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോ വ്യക്തികൾക്കും കൊടുത്തുകൊണ്ടിരുന്നത്. ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. സ്നേഹം നിറഞ്ഞവരെ, നമ്മളുടെ മുൻപിൽ എലിസബത്ത് നെൽസൺ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. ഈ അൾത്താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിലും നമ്മൾ കേൾക്കുന്നതാണ് ഓരോ വ്യക്തികളും ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മ തങ്ങളോട് സംവദിക്കുന്നതായിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഓരോ ജീവിത സാക്ഷ്യങ്ങളിലും നമ്മൾ കേൾക്കുന്നതാണ്. എലിസബത്ത് എന്ന സഹോദരിയും നമ്മളോട് പറയുകയായിരുന്നു, തൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഉണ്ടാകേണ്ട സമയമായപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈ സഹോദരി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയിൽ നിന്ന് തനിക്ക് പ്രകടമായിട്ടുള്ള ഒരു സൈൻ കാണിച്ചു തരണമെന്ന് പറയുകയും അങ്ങനെ പരിശുദ്ധ അമ്മ തന്നെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണുകയും ചെയ്യുന്നു. ഈ സഹോദരി തൻ്റെ സാക്ഷ്യം ആരംഭിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞു, താൻ പരിശുദ്ധ അമ്മയുടെ ആലയത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ്, കൃപാസനം അമ്മയെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് തന്നെ തനിക്ക് പരിശുദ്ധ അമ്മയെ സ്വപ്നത്തിൽ കാണുവാനായിട്ടുള്ള അവസരം ലഭിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ ആലയത്തിലേക്ക് കടന്നുവന്ന് പ്രാർത്ഥിച്ച് തൻ്റെ ത്വക്കിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ മാറിപ്പോയി, തനിക്ക് ത്വക്കുപരമായിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങൾ മാറിപ്പോയി എന്ന് ഈ സഹോദരൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തി. പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയെ അറിഞ്ഞ് സ്നേഹിച്ച് അവളെ സ്വന്തമാക്കുവാനായിട്ട് അല്ലെങ്കിൽ അവനെ സ്വന്തമാക്കുവാനായിട്ട് തീരുമാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ അവരെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതായിട്ടും ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർക്കുന്നതായിട്ടും ഉടമ്പടി ജീവിതം നയിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നതായിട്ടും നമ്മൾ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ കേൾക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ സഹോദരി നമ്മളോട് പറയുന്നത്, പരിശുദ്ധ അമ്മയോട് സ്നേഹത്തിലും ഭക്തിയിലും വളരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരുക്കിയെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും ഒക്കെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന അനുഭവത്തിലേക്ക് ഈ സഹോദരിക്ക് വളർന്നു വരുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ വലിയ അനുഭവമാണ് സ്വന്തമാകുന്നത് എന്നുള്ള ബോധ്യത്തിൽ നമ്മളുടെ പ്രാർത്ഥനകളെ നവീകരിക്കുവാനായിട്ട്, നമ്മളെ തന്നെ കൂടുതൽ വിശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുവഴിയായിട്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ മനോഹരമായിട്ട്, കൂടുതൽ ഫലമണിയുന്ന ജീവിതമായിട്ട് മാറ്റിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കാം. കർത്താവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ സഹോദരിയോടും കുടുംബത്തോടും ചേർന്നുകൊണ്ട് ദൈവത്തിരുനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് ഇരുകരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം.